കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കും സ്വലോകരാജനീശിക. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കും സ്വലോകരാജനീശിക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലഭിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നടന്ന
വലിയ വലിയ ഉടമ്പടി സാക്ഷ്യങ്ങൾക്കെല്ലാം ഒരു കോമൺ ഫീച്ചറുണ്ട്. കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് പൊതുവായ ഒരു സ്വഭാവം, ലക്ഷണം. അതായത് എന്താണ് ഈ പൊതുവായ ലക്ഷണം? ഈ ഒരു 4-5 സാക്ഷ്യങ്ങൾ, 4-5 ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി പരിശോധിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇതിനെല്ലാം ഒരു കോമൺ ഫീച്ചർ വരുന്നുണ്ട്. പൊതുവായിട്ട് ലക്ഷണങ്ങൾ കോമണായിട്ട് എല്ലാ സാക്ഷ്യങ്ങളിലും കോമണായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്കത് ഒരു സാക്ഷ്യങ്ങളിങ്ങനെ റെക്കർ ചെയ്ത് ഒരേ സെയിം കാര്യം തന്നെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ജനറലൈസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പൊതു സ്വഭാവമാണ്. അങ്ങനെ പൊതുവായിട്ട് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫീച്ചേഴ്സുള്ള ഒരു 3-4 സാക്ഷ്യങ്ങൾ. ആ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള സംഭാഷണം. പ്രാർത്ഥനയുടെ സാധാരണ ആചാരവട്ട പ്രാർത്ഥനയുടെ ലെവലെല്ലാം മാറിയിട്ട് മനുഷ്യൻ ജീവിത പ്രശ്നവുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ എക്സ്പ്രഷൻസ്, സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻസ്, അതിലൂടെ ഇവർ ദൈവതിരുസന്നിധിയിൽ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, അതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക. അത് ഈ ഉടമ്പടിയിൽ കുറച്ച് കൂടുതലാണ്. എല്ലാ മേഖലകളിലും ഉണ്ടത്. സാധാരണ വിശ്വാസി കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. ഉടമ്പടിയിലാകുമ്പോൾ അത് ഇത്തിരി കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലുള്ളതെല്ലാം അതിൻ്റെ ഫോർമുല കറക്റ്റായിട്ട് പാലിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തോട് സംവദിക്കാൻ പറ്റിയ കപ്പാസിറ്റിയിൽ വളരും. സ്നേഹത്തിൽ അങ്ങനെ വളരും. കാര്യം നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ സ്പിരിറ്റ് ലെവൽ കൂടും. പരിശുദ്ധാത്മാവ് ഭയങ്കര സംവേദനമാവും. നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ മഴയൊക്കെ കൊണ്ട് പത്രം കൊടുക്കത്തില്ലേ? മഴയൊക്കെ കൊണ്ട് വെയിൽ കൊണ്ടും ഉപവസിച്ചൊക്കെയാണ് ആൾക്കാർ പത്രം കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യും. മാതാവിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പാട് സഹിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന കാണുമ്പോൾ ദൈവവും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ശരിക്കും താഴേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പം നമ്മൾ അറിയാതെ തന്നെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നൊരു പുതിയ ശീലം രൂപപ്പെട്ടു വരും. നിങ്ങൾക്കത് അറിയാമോയെന്നറിയത്തില്ല, പലർക്കും ഇപ്പോൾ ഈ ശീലമുണ്ട്. പലരും ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ലെവൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കണമല്ല, ഈ കുറേ നാളിങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് വന്നപ്പോഴും, ദൈവത്തിന് വേണ്ടി വിഭവപ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴും, വചനം പാലിച്ച് ജീവിച്ചപ്പോഴേ, അവൻ പറയുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ട് ജീവിച്ചു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വന്നതാണ് ഈ സംഭാഷണ ശൈലി. നമ്മൾക്ക് ഇൻറ്റിമസി, അത് സംഭാഷണം എങ്ങനെ വരണതാണത്? ദൈവവുമായിട്ട് നമ്മളെ ഇൻറ്റിമസിയിലേക്ക് നമ്മളെ വളർത്തുന്നു എന്നതിൻ്റെ സൂചനയാണത്.
നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റണത്, നമ്മൾ ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം, ഇൻറ്റിമസി വെച്ചാൽ ആത്മബന്ധമായി. കാര്യം എന്താണ്? അവന് വേണ്ടിയാണ് നമ്മൾ പരീക്ഷ പ്രവർത്തനം ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഉപപ്രവർത്തനങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ഇൻറ്റിമസി ആയി കഴിയുമ്പോഴാണ് സംഭാഷണങ്ങൾ, ഇൻറ്റിമസി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സംഭാഷണങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിസ് എന്നും പറഞ്ഞൊരു ചേട്ടൻ്റെ സാക്ഷിയാണ്. ഡേവിസ് ചേട്ടൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന്, തൃശ്ശൂരാണ്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ്. സാക്ഷി കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനീ പറയുന്ന സാക്ഷിനൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന ആംഗിളിൽ നോക്കണം, അത് വേറൊരു കാഴ്ചയാണ്. അപ്പോൾ ഡേവിസ് ചേട്ടന് ബയോപ്സിയൊക്കെ എടുത്തു. ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ, ശ്വാസകോശത്ത് ക്യാൻസറാണ്. അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം. ട്രീറ്റ്മെൻറ്റിന് ചെല്ലണത് മുമ്പ് അവർ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ്, പാകപ്പെട്ടിട്ട് വരാൻ വേണ്ടി. അപ്പോൾ വൈഫ് ഡേവിസിനോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, നമുക്ക് പുതുക്കിയിട്ട് അമ്മനെ ചെന്ന് കണ്ട് കാര്യവും പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത്, അമ്മയെ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ഗുണം അതാണ്, പറഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാര്യം സാധാരണ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് പോരാം. പക്ഷേ ഡേവിസേട്ടൻ പറയണത്, നിന്നെ എങ്ങനെ കൊണ്ടുപോകും? കാര്യം ശ്വാസം കിട്ടണില്ല, ശരിക്കും ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്, ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്. അപ്പം എങ്കിലും ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അയാൾ പറഞ്ഞ് ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ പറയണേ, ഞാനിവിടെ ഒരു കണക്കിന് ആളെ താങ്ങിപ്പിടിച്ച് ഇവിടെ ബസ്സിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ഒരു ചുവട് വിളക്കി ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. അവിടെ തളർന്നിരിക്കണ അവസ്ഥയായി, പറ്റണില്ല, അത്രയും ആപത്ത് പോയി. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്ത്, അമ്മയുടെ മുമ്പിൽ വന്നല്ലോ എന്ന് പറഞ്ഞുള്ള എടുത്ത് എന്നതുപോലെ ഈ മനുഷ്യൻ വിയർത്തൊലിച്ച് ആളെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കൂ, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് ചോദിക്കൂ. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞു പോകും. കാര്യം വൈഫെന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തോടെ ആ വലിയൊരു കുരിശ് വഹിച്ച് ആത്മാർത്ഥതയോടെ അദ്ദേഹം വന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴേ ഇനി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി ഇവിടെ ആളെ കൊണ്ട് മാതാവിനെ കൊണ്ടൊന്ന് കാണിച്ച് വരവേൽപ്പിച്ചിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി പോകും. പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നില കയറേണ്ടി വരും പുതുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആളെ കൊണ്ട് മുകളിലോട്ട് കയറാൻ പാടാണ്. എങ്കിലും ആ മനുഷ്യൻ പരാതികളൊന്നും പറയാതെ ഈ ആളെ പേഷ്യൻറ്റിനെ എടുത്തുന്ന രീതിയിൽ പുതുക്കണ നിലയിൽ ചെല്ലും. പുതുക്കണ നിലയിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണ് ചോദിച്ചും പോയിരിക്കുന്നത്, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്നാ ചോദിച്ചത്. അതാണ് ഇത്ര ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചില്ല. പുതുക്കണ സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം അടിക്കാൻ തുടങ്ങി. ഡേവിസേട്ടൻ പറയണത്, ഞാൻ പിന്നെ പുതുക്കി ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ വരെ ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടാവും, സുഗന്ധാഭിഷേകം ഫോളോ ചെയ്യേ. അതിൻ്റെ അർത്ഥം ഡേവിസിന് മനസ്സിലാക്കണം, ഇതിവിടെ ആരും മുല്ലപ്പൂ ഉപയോഗിച്ചതും സെൻ്റടിച്ചതല്ല, ഞാൻ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ കണ്ടോ എന്നല്ലേ ചോദിച്ചത്, ഞാൻ കണ്ടു എന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്
ഇത് വീട് വരെ വരും. സഞ്ചാരി മാതാവ് വീട് വരെ സുഗന്ധാഭിഷേകമായിട്ട് വരും. വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം RCC പോവും. RCC പോയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി രണ്ടാമത് സ്കാൻ ചെയ്യും. അപ്പോൾ ഡോക്ടർ ചോദിക്കും, ഏയ് നമ്മൾ കണ്ടതൊന്നും ഇപ്പം ഇതിൻ്റെ അത് കാണുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഡേവിസ്ചേട്ടനോട് അവർ ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കൃപാസന അമ്മയെ കാണാൻ പോയി. അതാണ് സംഭവം. ഞങ്ങളുടെ അവസ്ഥ കണ്ടോന്ന് ചോദിച്ചില്ലേ, അത്രേ ഉള്ളൂ. ഓപ്പറേഷനില്ല, മരുന്നില്ല, അമ്മയെ ഒന്ന് കണ്ടതാണ്. ആ ഇൻറ്റിമസിയാണ് ആ സംഭവം. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എവിടെയാണ് നമ്മൾ വരണത്, എന്താണെന്നുള്ളത് ഇതുപോലെ നേരിട്ട് പറയാൻ കഴിയണം. കമ്മ്യൂണിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്ത് വരണം. കമ്മ്യൂണിക്കേഷൻ ലെവൽ പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ദൈവത്തിന് ബോധ്യമാകാൻ വേണ്ടി മാത്രം ഞങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ. ഞങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യ സ്നേഹമേ. കൈകൾ കർത്താവിന്റെ നേരെ നോക്കിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യ സ്നേഹമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ശ്വാസകോശ രോഗികളുണ്ടാകും, കരൾ രോഗികളുണ്ടാകും, കിഡ്നി രോഗികൾ, ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ. അപ്പോൾ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് യോഗ്യതയിലാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. ചെവിക്ക് വേദനയുള്ളവരുണ്ടാകും, എവിടെയെങ്കിലും സിസ്റ്റോ മുഴയോ ഒക്കെ ഉള്ളവരുണ്ടാകും, നടുവേദനക്കാരുണ്ടാകും, പിൻകഴുത്തിന് വേദനയുള്ളവരുണ്ടാകും, സോറിയാസിസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, RSS രോഗങ്ങൾ, ശരീരം മൊത്തം പല പല രോഗങ്ങളുണ്ടാകും. അതെല്ലാം കൈകൾ പൊതിഞ്ഞ് അച്ഛൻ വെച്ചിരിക്കണ പോലെ വെക്കണം. ഇനി നിങ്ങൾ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ അൾത്താറയിൽ നടന്ന
പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. കർത്താവിൻ്റെ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ. കർത്താവേ, നിന്റെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ ശക്തി, രോഗസൗഖ്യ ശക്തി, മനസ്സൗഖ്യ ശക്തി ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോട് നീ കാരുണ്യം കാണിക്കണമേ. ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, വീട്ടിലിരുന്ന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, മൂക്കിൽ ദശ വളരുന്ന അവസ്ഥകൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ള അവസ്ഥകൾ, ചെവിക്ക് കേൾവിക്കുറവുള്ള അവസ്ഥകൾ, മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ മാറാത്ത തലവേദനകൾ, അതിൻ്റെ മൂലകാരണങ്ങൾ, അടിമുഴക്കം പോലെ അടിപ്പിണർ പോലെ കർത്താവിൻ്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളുടെ വിവിധ പരീക്ഷകൾ എഴുതിയ മക്കളുണ്ട്, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ. അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് തന്നെ അവർ ആ പരീക്ഷയുടെ വിഷയം ഉടമ്പടി വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. എന്താണ് അറിയാവുന്നത്? നിങ്ങളുടെ കഴിവിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്, കർത്താവിൻ്റെ കൃപയിലാണെന്ന്. അതുകൊണ്ട് തന്നെ ജയിക്കാനും ഉന്നതമായ മാർക്ക് മേടിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. ആ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളെല്ലാം അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ആവശ്യിക്കുന്നതിന് വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ വരണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പ്രത്യേക മാനസിക അവസ്ഥയിൽ, വൈകാരിക അവസ്ഥയിൽ ഈ ദുരന്തപരമായ അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റണില്ലെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായ കടങ്ങളായിരിക്കാം, ചിലപ്പോൾ വിവാഹം ഒത്തുവരാതെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി കഴുകിയ അവസാനം നമുക്ക് ജീവിതമല്ലാത്ത രീതിയിൽ എല്ലാവരും നമ്മൾ പലതരത്തിൽ സമ്മർദ്ദപ്പെടുന്ന അവസ്ഥയാകാം. ഈ നരകത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് ഓർത്ത് രാവിലും പകലും കണ്ണീര് കുടിക്കുന്ന വ്യക്തിയാകാം നീ. അപ്പം അങ്ങനെ എല്ലാവരുടെ വേദനകളെ ഇപ്പോൾ ആൾത്താറെ വെക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും, ജോലിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ആരും സഹായിക്കാനില്ലാത്തവരുണ്ട്. ഒരു കാര്യം വന്നാൽ പോലും തിരക്കാനോ ചോദിക്കാനോ പറയാനോ കൂടെ വരാനോ പോകാനോ ആരും ഇല്ലാത്തവരുണ്ട്. അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇടി മുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഈശോയെ, എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത
പ്രകാശിപ്പിക്കുക എന്നതാണ് ദൈവഹിതമെന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെട്ടതനുസരിച്ച് ഈശോയെ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞ് ഈശോയെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയെ